അതെ, ഇന്ന് ഞാൻ അടിപൊളി പ്രോഡക്റ്റ് ആട്ടോ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. വേറൊന്നുമല്ല, അത് ഞാൻ പുറകെ എന്തായാലും നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. എന്തായാലും അതിനെക്കുറിച്ചൊന്ന് പറയാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ ആ പ്രോഡക്റ്റിനെ ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. കാരണം ഇപ്പോഴത്തെ നമ്മുടെ ഒരു ജീവിത സാഹചര്യത്തിൽ നമുക്ക് ഗ്യാസിൻ്റെ ഉപയോഗം വളരെ കൂടുതലാണ് വീടുകളിൽ. സാധാരണ വീട്ടമ്മമാർക്കാണെങ്കിലും ഇപ്പോൾ വീട്ടിൽ ജോലി ഇല്ലാതിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പം നമുക്ക് ഗ്യാസിൻ്റെ എല്ലാം കൂടി ഒന്ന് നമ്മുടെ ബഡ്ജറ്റ് ഒന്ന് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസിൻ്റെയൊക്കെ ചിലവ്, നമുക്ക് ഗ്യാസ് വാങ്ങിക്കേണ്ട ആവശ്യമേ വരില്ല. നമ്മുടെ വീട്ടിലുള്ള വിറക് വെച്ച് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പ്രോഡക്റ്റ് ഞാൻ കാണിച്ചു തരാം. നമ്മൾ മാംഗോ ബ്ലോസിലാണെങ്കിലും നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയം തൊട്ടേ ഭയങ്കര ആദ്യം തൊട്ട് തന്നെ നമ്മൾ തുടങ്ങിയ സമയത്ത് എത്രയാണോ നമ്മൾ ഫുഡിന് റേറ്റ് വാങ്ങിച്ചുകൊണ്ടിരുന്നത് ആ റേറ്റ് തന്നെയാണ് ഇപ്പോഴും നമ്മൾ വാങ്ങിക്കുന്നത്. നമ്മൾ റേറ്റ് കൂട്ടിയിട്ടില്ല. പക്ഷേ നമ്മൾ ഗ്യാസിൻ്റെ ചിലവെന്ന് പറഞ്ഞാൽ ഓരോ മാസം കൂടുന്തോറും നമുക്ക് ഹൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കതൊന്ന് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒരു പ്രോഡക്റ്റ് കണ്ടപ്പം അത് ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇത് അടിപൊളി പ്രോഡക്റ്റ് ആണ് കേട്ടോ, ഒന്നും പറയാനില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇവിടെ വളരെ ഉപകാരപ്രദമാണ്. അപ്പം ഞങ്ങൾ മേടിച്ച ആ പ്രോഡക്റ്റ് നിങ്ങളെയും കൂടെ ഞങ്ങളൊന്ന് പരിചയപ്പെടുത്തി തരാം. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഹായ്, അതെ, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മാംഗോ ബ്ലോസിലെ കിച്ചണിലാണ് കേട്ടോ. അപ്പം നമ്മൾ കിച്ചണിൽ വന്നേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു അടിപൊളി ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താനാണ്. നമ്മുടെ നോർമൽ സാധാരണക്കാരായ ആൾക്കാർക്കും അതേപോലെ തന്നെ നമ്മളൊരു ഹോട്ടലൊക്കെ നടത്തുന്നവർക്കും ഒക്കെ ഉപകാരപ്പെടുന്ന ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ അത് ഞാൻ വഴിയെ പരിചയപ്പെടുത്താം. എന്തായാലും ഞാനിപ്പോൾ ഇവിടെ വന്ന സ്ഥിതിക്ക് നമ്മുടെ ഒരു ഏരിയ ഞാനൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഒരു വാഷിങ്ങിൻ്റെ ഏരിയ ആണ് കേട്ടോ. നമ്മുടെ മാംഗോ ബ്ലോസിൽ നമ്മൾ കിച്ചണിലെ വാഷിംഗ് ഏരിയ ആണിത്. ഇപ്പുറത്ത് കാണുന്നത് നമ്മൾ നോൺ വെജ് ഐറ്റംസ് ഒക്കെ കട്ട് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. ഇപ്പുറത്തെ ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഉച്ചത്തെ ലഞ്ചെല്ലാം കഴിഞ്ഞതിന് ശേഷം പാത്രം എല്ലാം വാഷ് ചെയ്ത് അടുക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ. പിന്നെ ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു പോർഷനാണ് കേട്ടോ. കാരണം നമുക്ക് ഗ്യാസ് അടുപ്പ് വെച്ചേക്കുന്ന കാണുമ്പോൾ പറയാം 4 അടുപ്പോളം നമ്മൾ വെച്ചിട്ടുണ്ട്. നമുക്ക് അത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു ദിവസം എത്രത്തോളം ഗ്യാസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളത്. കാരണം ഹെവി ഗ്യാസിൻ്റെ യൂസാണ് നമുക്ക് വരുന്നത്. പിന്നെ ഇങ്ങോട്ടേക്ക് വന്നാൽ ഇവിടെ നമുക്ക് ചൈനീസ് വിഭവമാണ് ചെയ്യുന്നത്. ചൈനീസ് ഐറ്റംസ് ഇവിടെയാണ് കുക്ക് ചെയ്യുന്നത്. തൊട്ടപ്പുറേ വരുന്നത് നമുക്ക് ഇന്ത്യൻ വിഭവമാണ്. അപ്പുറത്തെ സൈഡാണ് നമുക്ക് റൊട്ടിയൊക്കെ ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ. പിന്നെ ഈ ഒരു പോർഷൻ വരുന്നത് നമുക്ക് സ്റ്റീമറിലാണ് നമ്മൾ റൈസൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ ഇപ്പോൾ ഒരു ചേട്ടൻ നമ്മുടെ കുക്ക് ചേട്ടൻ ഇവിടെ വന്നിട്ട് ഫുഡ് ഇതൊക്കെ അരിയുന്നുണ്ട്. നമ്മൾ റൂം ഗസ്റ്റിനുള്ള ഫുഡിനുള്ളത് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചേട്ടൻ ഇപ്പോഴത്തെ അവിടെ റൂം ഗസ്റ്റിനുള്ള ഫുഡിനുള്ള പ്രിപ്പറേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഫുഡൊക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്ത് വന്നാലും ഇതാണ് നമ്മുടെ കിച്ചൺ കലവറ. നമുക്കിവിടെ ഉണ്ടാക്കുന്ന ഫുഡ് ഐറ്റംസ് എല്ലാം നമ്മുടെ ഈ ഒരു പോർഷനിലേക്കാണ് വരുന്നത്. എന്നിട്ടാണ് നമ്മുടെ ഈ 4 റെസ്റ്റോറൻറ്റുകളിലേക്കും ഡിവൈഡ് ചെയ്ത് പോകുന്നത്. അപ്പം നമ്മൾ ഇതൊന്നും അല്ല പറഞ്ഞു വരുന്നത്. നമ്മൾ സാധാരണക്കാരായ വീട്ടമ്മമാർക്കും അതേപോലെ തന്നെ ഹോട്ടൽ ഉടമകൾക്കും എല്ലാവർക്കും ഒരേപോലെ ഉപകാരപ്പെടുന്ന ഒരു പ്രോഡക്റ്റാണ്. അടിപൊളി ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ ആ പ്രോഡക്റ്റിനെ ഞങ്ങളൊന്ന് പരിചയപ്പെടുത്താനാണ്. പക്ഷേ ഇതൊരു മാർക്കറ്റിംഗ് വീഡിയോ അല്ലെങ്കിൽ അവരുടെ ആ സാധനം എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നതല്ല. എങ്കിലും നമ്മൾക്ക് ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇതൊന്ന് പരിചയപ്പെടുത്തണം തോന്നി. കാരണം നമുക്ക് ഇപ്പോഴത്തെ ഒരു ഗ്യാസിൻ്റെ ഉപയോഗവും അതേപോലെ തന്നെ എന്താ പറയുക, ഇപ്പോഴത്തെ നമ്മുടെ ഒരു ബഡ്ജറ്റ് എപ്പോഴും ഗ്യാസ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വരുമ്പോൾ ഒരുപാട് തകിടം മറിഞ്ഞ് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. എല്ലാ വീട്ടമ്മമാർക്കും അറിയാൻ പറ്റും നമ്മൾ ഡെയിലിയൊക്കെ ഈ ഗ്യാസും മാസത്തിൽ ഒരു കുറ്റി ഗ്യാസൊക്കെ എടുക്കുമ്പോൾ എത്രത്തോളം വിലയാവും എന്നുള്ളതൊക്കെ. അപ്പോൾ എന്തായാലും നമ്മൾ ആ പ്രോഡക്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ബാ. അപ്പോൾ ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതെന്താണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. എന്തായാലും ഒരു ഐഡിയ കിട്ടുന്നുണ്ടാവും. ഇതാണ് കേട്ടോ നമ്മളൊരു അടുപ്പ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഗ്യാസിൻ്റെ ഒട്ടും കൺസംഷൻ ഇല്ലാത്തൊരു അടുപ്പാണ്. എന്നാലും നമുക്ക് വലിയ വിറകിൻ്റെ ആവശ്യവും ഇല്ല. വളരെ തുച്ഛമായ എമൗണ്ട് കറണ്ട് ചാർജും വരുന്നുള്ളൂ. നമുക്കിത് DC മോട്ടറാണ് ഇതിൽ വെച്ചേക്കുന്നത്. അപ്പോൾ വളരെ തുച്ഛമായൊരു ഇത് കറണ്ട് ബില്ലും അതേപോലെ തന്നെ എന്താ പറയുക, വിറകാണെങ്കിലും ഞങ്ങൾക്കാണെങ്കിൽ ഇവിടെ മാംഗോ ബ്ലോസിൽ ഇഷ്ടം പോലെ വിറകുണ്ട്. കാരണം നമ്മുടെ പറമ്പിൽ നല്ല ലക്ഷക്കണക്കിന് മരങ്ങൾ നിൽക്കുന്നതുകൊണ്ട് ഇഷ്ടം പോലെ വിറകുകൾ വീണ് കിടപ്പുണ്ട്. വീണ് വെറുതെ പോവുകയാണ്. അപ്പോൾ എന്തായാലും ഈ അടുപ്പ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളൊന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. ഇത് തമിഴ്നാട്ടുകാരാണ് ഈ പ്രോഡക്റ്റ് കണ്ടുപിടിച്ചത്. അതിനുശേഷം ഇപ്പം അതിൻ്റെ ഒരു എനിക്ക് തോന്നുന്നു ബ്രാഞ്ച് ഇപ്പോൾ എറണാകുളത്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ എടുത്തേക്കുന്ന എറണാകുളത്ത് നിന്നാണ്. എന്നാലും നമ്മൾ ഈ അടുപ്പൊന്ന് ഇത് കത്തിച്ച് കാണിക്കുന്നത് എങ്ങനെയാണ് ഞങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ പോവാണ് കേട്ടോ. ഈ അടുപ്പ് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കറണ്ടിലാണ് കേട്ടോ ഇത് പ്രവർത്തിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ഇത് നോക്കുമ്പോഴത്തേക്കും വിചാരിക്കും ഒരുപാട് കറണ്ട് ചാർജ് ആവുമെന്ന് വിചാരിക്കും. പക്ഷേ ഒട്ടും കറണ്ട് ചാർജ് ആകുന്നില്ല. DC മോട്ടറിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഇത് കത്തുമ്പോൾ വിറക് വയ്ക്കുമ്പോഴത്തേക്കും ചില വീട്ടമ്മമാരൊക്കെ ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ വിചാരിക്കും ഇതിന് വിറക് വെച്ച് കഴിഞ്ഞാൽ പുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന്. പക്ഷേ പുകയും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് 60 കിലോ മുതൽ അതിൽ താഴെ നമുക്ക് ചെറിയ പാല് തിളപ്പിക്കാൻ പറ്റുന്ന പാത്രം വരെ നമുക്ക് അതിനകത്ത് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള പല ടൈപ്പ് അടുപ്പുകളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും ഇതൊന്ന് തുറന്ന് കാണിച്ചു തരാം ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. ഞാനും ഇത് ചെയ്തിട്ടില്ല. എന്തായാലും ഞാനും ഒന്ന് ട്രൈ ചെയ്യാൻ പോവാണ്. ഇങ്ങനെയാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. ഓപ്പൺ ചെയ്തിട്ട് ഇതിനകത്തേക്ക് കുറച്ച് പേപ്പർ ഇട്ട് കൊടുത്താൽ മതി. ഫസ്റ്റിലെ ഞാനതിനകത്തേക്ക് കുറച്ച് പേപ്പർ ഇടാൻ പോവാം കേട്ടോ. ഇത് നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുന്നതുകൊണ്ട് ഞങ്ങളൊന്ന് കത്തിച്ച് പിടിപ്പിച്ച് വെച്ചതാണേ ചെറുതായിട്ട്. ഓക്കെ, ഇത് എന്നിട്ട് നമ്മളിത് അടയ്ക്കുവാണ് കേട്ടോ.
ഓക്കെ, ഇത് അടുപ്പിൽ വിറകൊക്കെ വെച്ച് തീ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഫുൾ അടുപ്പ് നിങ്ങളെ ഒന്ന് ആദ്യം ഒന്ന് പരിചയപ്പെടുത്താം. ഇത് കണ്ടോ, ഇത് ഫുള്ള് കണ്ടോ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാസ്റ്റ് അയൺ ആണ് മെറ്റീരിയൽ. ഫുള്ള് നമുക്ക് ഒരു കാലത്തും ഇത് പോകത്തില്ല, ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്ന മെറ്റീരിയലാണ് കാസ്റ്റ് അയൺ. അപ്പം അതുകൊണ്ട് അത് തുരുമ്പിച്ച് പോകുമെന്നോ അങ്ങനെയുള്ളൊരു പേടിയും വേണ്ട. നമുക്ക് ദീർഘകാലം ഇത് യൂസ് ചെയ്യാൻ പറ്റും, റെസ്റ്റോറൻറ്റിലായാലും വീട്ടിലായാലും. ഇത് ഞാൻ പറഞ്ഞല്ലോ 60 കിലോ ഭാരം ഉള്ളത് വെക്കാൻ പറ്റുന്നത് തൊട്ട് ചെറിയ നമ്മൾ പാല് തിളപ്പിക്കുന്നത് വരെയുള്ള ചെറിയ പാത്രങ്ങൾ വെക്കാൻ പറ്റുന്ന വരെയുള്ള അടുപ്പുകൾ നമുക്ക് ഇതിൻ്റെ ലഭ്യമാണ്. അപ്പം എന്തുകൊണ്ടും എനിക്കിത് കണ്ടപ്പോഴത്തേക്കും വളരെ നമുക്ക് വീടുകളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന, കാരണം പറമ്പിലൊക്കെ വിറക് ഇഷ്ടം പോലെ ഉള്ളവർക്കാണെങ്കിൽ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിന് ഞാൻ പറയുന്നത് DC മോട്ടറാണ് വെച്ചേക്കുന്നതെന്ന്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവിടെ ഒരു കേബിൾ വയർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കേബിൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയാണ് അതിൻ്റെ സംഭവങ്ങളെല്ലാം വെച്ചേക്കുന്നത്. ഇവിടെ നിന്നാണ് നമ്മുടെ നോബ് വരുന്നത്. നമ്മൾ ഗ്യാസ് കത്തിക്കുമ്പോൾ എങ്ങനെയാണോ തിരിക്കുന്നത് അതുപോലെ നമുക്ക് ഇതിൻ്റെ തീ കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ഇതിൻ്റെ എയർ ആണ് അകത്തേക്ക് ചെല്ലുന്നത്. ഈ എയർ വാൽവ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ വാൽവ് ഇങ്ങനെ അടച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ എയർ അങ്ങോട്ടേക്ക് സർക്കുലേഷൻ നടക്കത്തില്ല. ഈ എയർ ഇങ്ങനെ ഇത് മുകളിലേക്ക് ആക്കി വെച്ച് കഴിഞ്ഞാൽ ആ വാൽവ് ഓപ്പൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ആ നോബ് തിരിക്കാൻ പറ്റും. നോബ് തിരിച്ചു കഴിഞ്ഞാൽ ഈ നോബിൽ തിരിച്ച് നമുക്കിങ്ങനെ എയർ കൂട്ടാൻ പറ്റും. നമുക്ക് സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിൻ്റെ ആ സൗണ്ട് കറക്റ്റായിട്ട് നമുക്ക് കൂടി ഗ്യാസ് കത്തുന്നത് പോലെ തന്നെ നമുക്ക് ആ ഒരു ഫ്ലെയിം കൂട്ടിയും കുറച്ചും വെക്കാൻ പറ്റുന്നതാണ് ഈ നോബ്. അപ്പം അതുപോലെ DC മോട്ടർ ആയതുകൊണ്ട് തന്നെ നമുക്ക് കറണ്ട് ചാർജ് ഒട്ടും തന്നെ വരത്തില്ല. പിന്നെ കാസ്റ്റ് അയൺ ആണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ദ്രവിച്ചു പോകുമെന്നോ അല്ലെങ്കിൽ തുരുമ്പിച്ചു പോകുമെന്നോ ഉള്ള ഒരു പേടിയും വേണ്ട. നമുക്ക് ഒത്തിരി കാലം ഇത് യൂസ് ചെയ്യും. നമ്മൾ മേടിക്കുന്ന ആ പൈസയ്ക്ക് മേടിക്കുന്നതിന് വർത്താണ് ഈ സാധനം. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഡ്രേ. നമ്മൾ എന്താണ് വിറകൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചാരം അടിയിൽ വരും, പിന്നെ അത് വാരാനായിട്ടൊക്കെ നടക്കണം. അപ്പം അതൊന്നും ആവശ്യമില്ല. ഇത് കണ്ടോ, ഇത് ഈ ഡ്രേ ഉണ്ട്. ഈ ഡ്രേയിലേക്കാണ് ഇത് കത്തുന്ന ചാരം വീഴുന്നത്. അപ്പൊ ഈ ചാരം എടുത്തോണ്ട് പോയി നമ്മൾ വീട്ടിൽ എന്തെങ്കിലും അടുക്കളത്തോട്ടം പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെയൊക്കെ ചോട്ടിൽ കുറച്ച് ചേനയോ ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ചോട്ടിലൊക്കെ കൊണ്ടിടാം. ഇത് എടുത്തോണ്ട് പോവുക, പറമ്പിൽ കൊണ്ടിടുക. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് വിറക് വെച്ച് കൊടുക്കാം. അവിടുന്ന് നോബ് ഇത് കത്തി പിടിച്ചു കഴിഞ്ഞാൽ, നോബ് തിരിച്ചു കഴിഞ്ഞാൽ നമുക്കത് വെച്ച് അടുപ്പ് കത്തിച്ചിട്ട് അത്യാവശ്യം തീ എത്രത്തോളം വേണമെന്ന് ആ നോബ് തിരിച്ച് കൂട്ടിക്കൊടുത്താൽ മതി. അതേപോലെ തന്നെ നല്ല ചൂടുമാണ് കേട്ടോ. നമ്മൾ ഗ്യാസിൽ കത്തിക്കുന്ന പോലെ തന്നെ നല്ല ചൂടാണ്. ഇതിപ്പോൾ നമ്മൾ 60 കിലോ വെക്കാൻ പറ്റുന്ന അടുപ്പാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ ചെറിയ അടുപ്പ് തൊട്ടുണ്ട്. ആ ചെറിയ അടുപ്പൊക്കെയാണ് നമുക്കൊരു ചെറിയ ഒരു 20 കിലോ ഒക്കെ വരുന്ന അടുപ്പ് മതി, അല്ലെ ഒരു 10 കിലോ വരെയൊക്കെയുള്ള അടുപ്പുകൾ മതിയാവും നമുക്ക് നോർമൽ വീടുകളിലൊക്കെ. വലിയ എമൗണ്ട് ഒന്നും വരുന്നില്ല. ഞാൻ ഒരിക്കലും ഈ കമ്പനിയുടെ പരസ്യം ചെയ്യല്ല, ഞാൻ അതുകൊണ്ട് അതിന്റെ പേര് പോലും പറയുന്നില്ല. അപ്പം നമുക്ക് ഈ പ്രോഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തായാലും വർത്തായിട്ട് തോന്നി. കാരണം ഗ്യാസിന്റെ ഉപയോഗം കുറയ്ക്കാനും നമ്മൾ വീട്ടിലുള്ള വിറകുകളൊക്കെ വെറുതെ കിടന്ന് നശിച്ചു പോവുകയാണ്. അതൊക്കെ ഉപയോഗിച്ച് നമുക്ക് പിന്നെ ഇച്ചിരി കാതിലുള്ള നല്ല വിറകുകൾ വാങ്ങി വയ്ക്കുക. പുകയൊന്നും അധികം ഒട്ടും ഉണ്ടാവില്ല ഇത് വെച്ച് കഴിഞ്ഞാൽ. നോക്കി, ഇതിനകത്ത് ഒട്ടും പുകയില്ല. നമ്മളിത് കത്തിച്ചിട്ടുണ്ട്, അടുപ്പ് കത്തിച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, ഒട്ടും പുക വരുന്നില്ല. ഇത് നമ്മൾ ഹോട്ടൽ ആവശ്യത്തിന് എടുത്തേക്കുന്ന കാരണം വലുതാണ്. അപ്പം നമ്മൾ പാലൊക്കെ തിളപ്പിക്കാൻ ഇതിൽ പറ്റത്തില്ല. ഇതൊരു 60 കിലോയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന അടുപ്പാണ് കേട്ടോ. അപ്പം നമ്മൾ അതിൻ്റെ മേളിൽ ഒരു കമ്പി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേളിലാണ് നമ്മൾ പാല് വയ്ക്കാൻ പോകുന്നത് കേട്ടോ. നമ്മൾ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഇവിടുത്തെ ഫാമിലെ പശുവിൻ്റെ പാലാണ് കേട്ടോ. അപ്പം നമ്മൾ എന്തായാലും ഇത് വെച്ച് തിളപ്പിച്ച് ഉദ്ഘാടനം ചെയ്യാൻ പോവാം. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സൂപ്പറാണ് കേട്ടോ. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ഗ്യാസിൻ്റെ ചിലവും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് നമുക്ക് എത്രത്തോളം ഗ്യാസിൻ്റെ ഒക്കെ ചിലവ് കുറയ്ക്കാൻ പറ്റും. നമ്മുടെ പാലൊക്കെ അടുപ്പേ വെച്ചിട്ട് ഇത് തിളയ്ക്കുന്നുണ്ട് കേട്ടോ, തിളച്ച് പൊങ്ങി വരുന്നുണ്ട്. നമ്മളെന്തായാലും അടുപ്പ് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അടിപൊളി അടുപ്പാണ് കേട്ടോ, സൂപ്പർ അടുപ്പ്, ഒന്നും പറയാനില്ല. സൂപ്പറായിട്ട് കത്തുന്നുണ്ട്. നമുക്ക് വലിയ എഫേർട്ടൊന്നുമില്ല ഇത് ഉപയോഗിക്കാനായിട്ട്. നമ്മൾ അടുപ്പ് ഉദ്ഘാടനം ചെയ്തേ പാലൊക്കെ തിളച്ച് പൊങ്ങുന്നുണ്ടേ. ഇപ്പം താഴെ വീഴും. നമ്മളെന്തായാലും ഒരു കയറിത്താമസമൊക്കെ നടത്തി കഴിയുമ്പോൾ പാല് കാച്ചി കഴിഞ്ഞാൽ അതെല്ലാവർക്കും സപ്ലൈ ഇല്ല. അപ്പോൾ അതായത് നമ്മൾ പാലൊക്കെ കാച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാനും കുടിക്കാൻ പോവുകയാണേ. നല്ല മധുരമൊക്കെ ഇട്ടിട്ടുണ്ട്. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ.